റോബിൻ ബസ് കേസിൽ സർക്കാരിന് തിരിച്ചടി. റോബിൻ ബസ് ഓടിക്കാൻ നൽകിയ കോടതി അനുമതി റദ്ദാക്കാൻ ആവശ്യപ്പെട്ട് സർക്കാർ നൽകിയ കേസിലാണ് ഇപ്പോൾ കോടതി വിധി വന്നിരിക്കുന്നത്. ഡിസംബറിലായിരുന്നു റോബിൻ ബസ് ഓടിക്കാൻ അനുകൂല വിധി വന്നത്. ഈ വിധിക്കെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് ഇപ്പോൾ സർക്കാരിന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. റോബിൻ ബസ് ഓടിക്കുന്നതിനെ തടയാനാകില്ലെന്ന് കോടതി പറഞ്ഞു. റോബിൻ ബസിന് സ്റ്റേ ഇല്ല എന്നതാണ് വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. എന്നാൽ റോബിൻ ബസ് എന്തെങ്കിലും നിയമലംഘനം നടത്തിയാൽ സർക്കാരിന് നടപടിയെടുക്കാമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. നിയമലംഘനമുണ്ടായാൽ നടപടിക്ക് ഈ കോടതി വിധി തടസ്സമല്ല. ഇതോടെ റോബിൻ ബസ് വീണ്ടും നിരത്തിലേക്ക് വരികയാണ്. സർക്കാർ വീണ്ടും തോറ്റിരിക്കുകയാണ്. പുതിയ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ അധികാരം ഏറ്റെടുത്ത ശേഷം ആദ്യമാണ് റോബിൻ ബസ് നിരത്തിലേക്ക് ഇറങ്ങുന്നത്. ഇടത് സർക്കാരിന്റെ അഭിമാന പ്രശ്നമായ റോബിൻ ബസിന്റെ വഴിമുടക്കലിൽ പുതിയ മന്ത്രിക്ക് മാറി നിൽക്കാൻ ആകില്ല എന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. സർക്കാരിന്റെ വ്യക്തമായ നയം തന്നെയാണ് റോബിൻ ബസിനെ പൂട്ടുക എന്നത്. അതിനാൽ തന്നെ ഗണേഷ് കുമാറും സർക്കാർ നയത്തിനൊപ്പം നിൽക്കാനാണ് എല്ലാ സാധ്യതയെന്നും വിലയിരുത്തുന്നു. പെർമിറ്റ് ലംഘനം ആരോപിച്ച മോട്ടോർ വാഹന വകുപ്പ് റോബിൻ ബസ് പലതവണ പിടിച്ചെടുത്തിരുന്നു. പെർമിറ്റ് ലംഘനത്തിന് മാത്രം 82,000 രൂപ അടച്ചതിനു പിന്നാലെ ബസ് വിട്ടു നൽകാൻ കോടതി ഉത്തരവ് വന്നിരുന്നു. മുമ്പ് മോട്ടോർ വാഹന വകുപ്പ് ബസ് പിടിച്ചെടുത്ത് രജിസ്ട്രേഷൻ വരെ റദ്ദാക്കിയിരുന്നു. കോടതി ഇടപെടുകയായിരുന്നു. പിഴയൊടുക്കിയാൽ ബസ് വിട്ടു നൽകണമെന്ന ഹൈക്കോടതി ഉത്തരവും പോലീസ് കസ്റ്റഡിയിൽ സൂക്ഷിച്ചാൽ വെയിലും മഴയുമേറ്റ് ബസിന് കേടുപാടുണ്ടാകും എന്ന വാദവും പരിഗണിച്ചാണ് ബസ് വിട്ടു നൽകാൻ പത്തനംതിട്ട ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത്. ഹൈക്കോടതി ഉത്തരവുണ്ടായി പിഴത്തുക അടച്ച ശേഷം ബസ് വിട്ടു നൽകാൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്ന് കാട്ടിയാണ് ഗിരീഷ് കോടതിയെ സമീപിച്ചത്. നവംബർ 23 പുലർച്ചെ കോയമ്പത്തൂരിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് മടങ്ങിയെത്തിയപ്പോഴാണ് വൻ പോലീസ് സന്നാഹത്തോടെ മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ ബസ് പിടിച്ചെടുത്തത്. തുടരെയുള്ള നിയമലംഘനം ഉണ്ടായാൽ വാഹനം പിടിച്ചെടുക്കാനുള്ള വ്യവസ്ഥയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് MVD ഉദ്യോഗസ്ഥർ ബസ് പിടിച്ചെടുത്തത്. തുടർന്ന് ബസ് പത്തനംതിട്ട പോലീസ് ക്യാമ്പിലേക്ക് മാറ്റിയിരുന്നു. മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടുള്ള യാത്രക്കാരുമായി ട്രിപ്പ് നടത്താനുള്ള അനുമതി മാത്രമാണ് ഹൈക്കോടതി വിധിയിലൂടെ റോബിൻ ബസിന് ലഭിച്ചിട്ടുള്ളത് എന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ വാദം. ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് ഒരു സംഘം ആളുകളെ കയറ്റുകയും മറ്റൊരു നിശ്ചിത സ്ഥലത്ത് യാത്രക്കാരെ ഇറക്കുകയും ചെയ്യണമെന്നാണ് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റിൽ നൽകുന്ന നിർദ്ദേശം. എന്നാൽ ഏത് പോയിന്റിൽ നിന്നും ആളുകളെ കയറ്റുന്നതിലൂടെ നിയമലംഘനം നടത്തുന്നുണ്ട് എന്നായിരുന്നു വിശദീകരണം. ബസ് പിടിച്ചെടുക്കാൻ പാടില്ല എന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട് എന്നും ഇതിന്റെ ലംഘനമാണ് ഉദ്യോഗസ്ഥർ നടത്തിയത് എന്നുമായിരുന്നു റോബിൻ ബസ് ഉടമയുടെ വാദം. ബസിലെ നിയമലംഘനം ചൂണ്ടിക്കാട്ടി ബസിന്റെ ഉടമസ്ഥനെതിരെ മോട്ടോർ വാഹന വകുപ്പ് കേസും രജിസ്റ്റർ ചെയ്തിരുന്നു. ബസിന്റെ പെർമിറ്റ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് MVD കടന്നിരുന്നു എങ്കിലും ഈ നീക്കം ഹൈക്കോടതി മരവിപ്പിക്കുകയായിരുന്നു. ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് വാഹനങ്ങൾ സ്റ്റേജ് കാരേജായി ഓടിക്കാനാവില്ല എന്ന് ഹൈക്കോടതി മുൻപ് തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. കൊല്ലം സ്വദേശികളായ ബസ് ഉടമകൾ നൽകിയ ഹർജിയിലായിരുന്നു കോടതിയുടെ ഈ നിരീക്ഷണം. കൊല്ലത്ത് നിന്നും കോട്ടയത്ത് നിന്നും ബംഗളൂരുവിലേക്ക് സർവീസ് നടത്തിയ ബസ് ഉടമകളാണ് മോട്ടോർ വാഹന വകുപ്പ് പിഴ ഈടാക്കിയതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചത്. ചട്ടങ്ങൾ ലംഘിച്ച് സർവീസ് നടത്തുന്ന ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് വാഹനങ്ങൾക്ക് മോട്ടോർ വാഹന വകുപ്പിന് പിഴ ഈടാക്കാം എന്നായിരുന്നു ഉത്തരവിൽ പറഞ്ഞത്. ഇപ്പോൾ ഈ കേസിൽ അന്തിമ വിധി വന്നപ്പോൾ സർക്കാർ നൽകിയ ഹർജി പരാജയപ്പെടുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് കർമാനസ്.